السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. വിശുദ്ധ റമദാൻ മാസത്തിൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമായ നമസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. നമസ്കാരം പൂർണ്ണമായി വിശദീകരിക്കുകയുണ്ടായി. നമസ്കാരം കഴിഞ്ഞാൽ ഇനി എന്താണ് എന്നുള്ളത് തുടർന്ന് ഫിഖ് ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർന്ന് വിവരിക്കാൻ പോകുന്നു. ഫർള് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതോടെ നമ്മൾ കഴിഞ്ഞു എന്ന് കരുതി എഴുന്നേറ്റു പോകുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ വലിയ നഷ്ടമാണ് അവർക്കുണ്ടാകുന്നത് എന്ന് നമുക്കതിനു ശേഷമുള്ള ദിക്റുകളുടെയും അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളുടെയൊക്കെ മഹത്വങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയുമായിരുന്നു. അപ്പൊ സലാം വീട്ടിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നത് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. വേറെയും ഹദീസുകളിൽ ധാരാളം ഈ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. എന്തിനാണ് അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് പറയുന്നത്? നിസ്കാരം ഒരു കുറ്റമാണോ? നിസ്കാരം ഒരു പാപമോചനം തേടേണ്ട കുറ്റമൊന്നും അല്ലല്ലോ. എന്നാലും നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന്. നിസ്കാരത്തിൽ മുഴുവനും ഇസ്തിഗ്ഫാറാണ്, പ്രാർത്ഥനകളും ദിക്റുകളും അടങ്ങിയതാണല്ലോ നിസ്കാരം. എന്നിട്ടും നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്? നിസ്കാരത്തിൽ വളരെയേറെ അപാകതകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ചിലരുടെ നമസ്കാരം പകുതി പോലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ അതിന്റെ കാൽഭാഗം പോലും അള്ളാഹുലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതിൽ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടാവും, നമ്മളെ ചിന്തകൾ മാറിപ്പോയിട്ടുണ്ടാവും, നിസ്കാരത്തിൽ പല തെറ്റുകളും അബദ്ധങ്ങളും ഉണ്ടായേക്കാം. അതിൽ വന്നിട്ടുള്ള സർവ്വ വീഴ്ചകൾക്കും നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുകയാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊരു നിസ്കാരത്തെ മാത്രമല്ല, ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് റബ്ബേ ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഒരു പ്രാർത്ഥന. നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് എഴുന്നേറ്റ് പോകലല്ല, ദിക്റുകൾ ചൊല്ലലാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായിട്ട് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ചൊല്ലിയിരുന്നു. നിസ്കാരം ആദ്യമായിട്ട് ചൊല്ലിരുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നുള്ളതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. അല്ലാഹു ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലയോട് ഒരാൾ വന്ന് അയാളുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷികളൊക്കെ ഉണങ്ങിപ്പോയി, നീ എന്ത് ചെയ്യണം ചോദിച്ചപ്പോ അവിടുന്ന് അദ്ദേഹം പറഞ്ഞത് ഇസ്തഗ്ഫിരില്ല, നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. മറ്റൊരാൾ വന്നിട്ട് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയോട് പറഞ്ഞു, എനിക്ക് ദാരിദ്ര്യം കൊണ്ട് വളരെ പ്രയാസപ്പെടുകയാണ്, സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമാണ്. അപ്പോഴും ഹസൻ ബസ്രി പറഞ്ഞു ഇസ്തഗ്ഫിരില്ല, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കുഞ്ഞിനെ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം, മക്കളില്ല. അപ്പോഴും പറഞ്ഞു ഇസ്തഗ്ഫിരില്ല. അപ്പൊ എന്തൊക്കെ ആവലാദികൾ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയോട് വന്ന് പറയുന്ന, അതിനൊക്കെ തിരിച്ചു മറുപടി പറഞ്ഞത് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ. നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും, നമ്മുടെ സാമ്പത്തികമായിട്ട് എന്ത് പ്രശ്നത്തിനും അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് അധികരിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അസ്തഗ്ഫിറുല്ലാഹ് എന്നത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ചെറിയ പദമാണ്, പക്ഷെ അതിന്റെ അർത്ഥം വളരെ ഗംഭീരമായ അർത്ഥഗർഭമായിട്ടുള്ള ഒരു വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ ഏത് സമയത്തും നമുക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതോടെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. അതാണ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എപ്പോഴും നമുക്ക് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി അക്തർ മിൻ 70 മറ, 70-ലധികം പ്രാവശ്യം എന്ന റിപ്പോർട്ടിൽ, ബുഖാരി മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ 100 പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് ഒരു ദിവസം പൊറുക്കലിനെ ചോദിക്കും. അപ്പൊ ഇത് ഇസ്തിഗ്ഫാർ, ഇത് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുകയുണ്ടായി. നിങ്ങൾ എന്ത് പ്രശ്നം ചോദിക്കുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പറയുന്നത് എന്താണ്? അതിന് കാരണം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, അത് എന്റെ വക ഞാൻ പറഞ്ഞതല്ല, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞല്ല, വിശുദ്ധ ഖുർആൻ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് സൂറത്ത് നൂഹിലെ ആയത്തോതി, എന്ത് ഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അവരുടെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക. ഇന്നഹു കാന ഗഫാറ, നിശ്ചയമായും അല്ലാഹു പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹു നിങ്ങൾക്ക് ആകാശത്തിന് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരും. അപ്പൊ മഴയല്ലേ പ്രശ്നമാണോ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അധികരിപ്പിക്കാനാണ് പറഞ്ഞത്. നൂഹ് നബി പറഞ്ഞത് അതാണ്, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കും, നിങ്ങൾ അല്ലാഹു മഴ തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും, സഹായിക്കും. വബനീൻ, മക്കളെ തന്ന് സഹായിക്കും.
വയജഅൽ ലക്കും ജന്നാത്തും വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും ഒക്കെ നിറച്ച അഭിവൃദ്ധി നിങ്ങൾക്ക് ബർക്കത്ത് തന്നുകൊണ്ടേയിരിക്കും. എന്താ വേണ്ടത്? ഇസ്തിഗ്ഫാർ ചെയ്യുക. അത് ഖുർആന്റെ വാക്കാണ്, എന്റെ വാക്കല്ല. എന്ത്? ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചിട്ടാണ് ഈ പറഞ്ഞത്. എന്ത് പ്രശ്നത്തിലും എന്ത് ബുദ്ധിമുട്ട് നമുക്ക് വന്നാലും നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അധികരിപ്പിക്കുക. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സ് തട്ടി പറയാം. കാരണം കുറെ സൂറത്തുൻ നിസായിലുണ്ട്, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും ഒരു ചീത്ത പ്രവൃത്തി ചെയ്തു, ഔ യദ്ലിം നഫ്സഹു, അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു, സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമായിട്ട് അവന് കണ്ടെത്തുന്നതാണ്. പറഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും അത് പരിഹാരമാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ നിസ്കാരത്തിൽ വരുന്ന ചിന്തകൾ, ഇതൊക്കെ അതിൽ വരുന്ന അപാകതകൾ, അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ അസ്തഗ്ഫിറുല്ലാഹ്. അത് വെറുതെ ഒരു കേവലം നിസ്കാരം കഴിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയലല്ല. അത് മനസ്സ് തട്ടിക്കൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ തൗഹീദിന്റെ വചനങ്ങളാണ് പിന്നെ ചൊല്ലുന്നത്. തൗഹീദ് വചനങ്ങൾ ചൊല്ലുക എന്ന് പറഞ്ഞാൽ നിസ്കാരം മുഴുവൻ തൗഹീദാണ്. അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ ആ നിസ്കാരം നിർവഹിക്കുന്നത്. അതിൽ നമ്മൾ അള്ളാഹുവിന് നിസ്കാരം കൈകെട്ടിട്ട് ആദ്യം അള്ളാഹുവിനോട് കരാറ് ചെയ്യുന്നു, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. പിന്നെ മുഴുവനും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണ്. എന്നിട്ടും നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതെന്ത് ചെയ്യുന്നു? പിന്നെ ആ തൗഹീദ് വീണ്ടും ശക്തിപ്പെടുത്താണ്. അത് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത റബ്ബന യാദൽ ജലാലി വല്ലിക്കറാം, തബാറക്ത യാദൽ ജലാലി വല്ലിക്കറാം. ഇതും എന്താണ്? ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, നീയാണ് ശാന്തി നൽകുന്നത്. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് ശാന്തി മുഴുവനും വരുന്നത്. തബാറക്ത യാദൽ ജലാലി വല്ലിക്കറാം, മഹത്വത്തിന്റെയും അതുപോലെ തന്നെ ഔദാര്യത്തിന്റെയും ഉന്നതനായ റബ്ബേ, എന്നിൽ നിന്ന് വന്ന പിഴവുകളൊക്കെ എനിക്ക് നീ പുറത്തു തരണേ. അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത്, തൗഹീദ് അസ്മാഉ സിഫാത്ത്, അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, റബ്ബേ എന്റെ ഈ ഇബാദത്ത് നീ സ്വീകരിക്കണേ, നീയാണ് എല്ലാം നൽകുന്നവൻ, നീയാണ് സമാധാനം നൽകുന്നവൻ എന്നൊക്കെ എന്ത് ഇതിലൂടെ പറയാം. അതിനുശേഷം തൗഹീദ്, ഈ അസ്മാഉ സിഫാത്ത് കഴിഞ്ഞ പിന്നെ തൗഹീദുൽ ഉലൂഹിയത്ത് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊക്കെ പറയണം. വളരെ കുറഞ്ഞ ദിക്റുകളാണ്, ഒരുപാടുണ്ടെങ്കിലും ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത്. ഇത്രയാണ്. അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വല്ലിക്കറാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരും. ലഹുൽ മുൽക്ക്, അവനാണ് എല്ലാത്തിന്റെയും അധികാരമുള്ളത്. വലഹുൽ ഹംദ്, അവനാണ് എല്ലാ സ്തുതിയും അവനാണ്. ഇനി ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളുടെയും ദാതാവാണ്, അതുകൊണ്ട് അവനാണ് സ്തുതി. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവനാണ്. എനിക്ക് എന്തൊക്കെ വേണം അതൊക്കെ നൽകാൻ കഴിയുന്നവനാണ്. ആ തൗഹീദ് ഉലൂഹിയത്ത് അവൻ പറയാം. അപ്പൊ ഇതിന് പിന്നെ അതിനുശേഷം മൂന്നാമതായിട്ട് തൗഹീദ് റുബൂബിയത്ത് പറയാം. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത് വലാ മുഅ്തിയ ലിമാ മനാത് വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. ഇതൊക്കെ നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അദ്കാറുകൾ എന്ന് പറയുന്ന ചെറിയ പ്രാർത്ഥനകളുടെ ബുക്കുകൾ അത് നോക്കിയിട്ടെങ്കിലും വായിക്കണം, അല്ലെങ്കിൽ മൊബൈലിൽ കിട്ടും. അറിയാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം? കാണാൻ പഠിക്കണം. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത്, അല്ലാഹു നീ തന്നതിനെ തടുക്കുന്നവനില്ല. വലാ മുഅ്തിയ ലിമാ മനാത്, നീ തടുത്തതിനെ നൽകുന്നവനില്ല. വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്, ഒരു കഴിവുള്ളവനും ഒരു പ്രതാപമുള്ളവനുമില്ല നിന്റെ അടുക്കൽ ഉപകാരപ്പെടൂല എന്ന് പറഞ്ഞാൽ, എത്ര കഴിവുള്ള ആളാണെങ്കിലും എത്ര പ്രതാപമുള്ളവനാണെങ്കിലും നീ തടുത്തതിനെ വാങ്ങിത്തരാൻ ഒരാൾക്കും കഴിയില്ല, നീ തന്നതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല, നീ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന തൗഹീദു റുബൂബിയത്താണ് അതിലൂടെ എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആ വിശ്വാസം നമ്മൾ ഉറപ്പിക്കണം. നിസ്കാരത്തിൽ എല്ലാം ഈ വിശ്വാസം, ഈ ദിക്റിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ ചെല്ലിയ ദിക്റുകൾക്കൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.